ശരിക്കും ന്യൂസിലൻഡിനെ അടിച്ച് തൂഫാനാക്കിയിട്ടുള്ളൊരു വിജയം ഇന്ത്യ സ്വന്തമാക്കുന്നു. 154 റൺസ് വിജയലക്ഷ്യം, 10 ഓവർ ബാക്കി നിൽക്കുകയാണ്. വാട്ട് എ ചാമ്പ്യൻ ടീം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഈ ഒരു ഇന്ത്യൻ T20 ടീമിനെ. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ടോസ് ഇന്ത്യക്കാണ് ലഭിച്ചത്. ന്യൂസിലൻഡിനെ ബാറ്റ് ചെയ്യാനായിട്ട് അയക്കുകയായിരുന്നു. ഇന്ത്യക്ക് 2 ചേഞ്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വരുണിന് പകരം രവി ബിഷ്ണോയി കുറച്ച് നാളുകൾക്ക് ശേഷം കളിക്കാനെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനോടൊപ്പം ബുംറ തിരിച്ചെത്തുന്നു അർഷദീപിന് വരെ. അർഷദീപ് ലാസ്റ്റ് മാച്ചിൽ നല്ലോണം അടി മേടിച്ച സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ സംസാരിച്ചാണ്. എന്താണെങ്കിലും ഇന്ത്യ ഒരു നല്ല തുടക്കമാണ് കൊടുത്തത്. കാരണം ആദ്യത്തെ ഓവറിൽ തന്നെ ഹർഷിത് റാണ കോൺവേയുടെ വിക്കറ്റ് നേടുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് ഹർദിക് പാണ്ഡ്യയുടെ ഉഗ്രൻ ക്യാച്ച്. അതുപോലെ ഹർദിക് പാണ്ഡ്യ രച്ചിൻ രവീന്ദ്രയുടെ വിക്കറ്റ് എടുക്കുന്ന സമയത്താണെങ്കിലും അവിടെയും ഒരു കിടിലൻ ക്യാച്ച് രവി ബിഷ്ണോയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ പവർ പ്ലേയിൽ വലിയ തോതിൽ അടിക്കാൻ പറ്റിയില്ല. അതിന് 36 റൺസ് എടുത്തുള്ളൂ, 3 വിക്കറ്റ് നേടി. അതിൽ ബുംറ ലാസ്റ്റത്തെ പവർ പ്ലേ ഓവർ ചെയ്യാൻ എത്തിയിട്ട് ആദ്യത്തെ ബോൾ തന്നെ കുറ്റി തെറിപ്പിച്ചു സേഫായിട്ടുണ്ട്. കിടിലനായിട്ടുള്ളൊരു സ്പെല്ലോട് കൂടിയാണ് ബുംറ വന്നത്. ബുംറ ഈ ഒരു മത്സരത്തിൽ ഉഗ്രൻ പെർഫോമൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ ഒരു വളരെ ടോപ്പ് നോച്ചൊന്നും അല്ല. ഈ മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും ബുംറ ഈസ് ബുംറ ഓൾവേസ് എന്ന് പറയുന്നൊരു കാര്യം പ്രൂവ് ചെയ്യുന്നിട്ടുള്ള ഒരു ബോളിംഗ് പെർഫോമൻസ് തന്നെയാണ് താരം നടത്തിയത്. അതുപോലെ ഓരോ ബോളേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പം രവി ബിഷ്ണോയുടെ ഇമ്പോർട്ടൻ്റ്, അതും അദ്ദേഹം നേടിയിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള 2 വിക്കറ്റ്സ് ഇപ്പം ഗ്ലെൻ ഫിലിപ്സിൻ്റെയും അതുപോലെ തന്നെ മാർക്ക് ചാപ്മാൻ്റെയും ആ വിക്കറ്റുകളാണ്. അത് എടുത്തു പറയേണ്ടതാണ്. അത് അദ്ദേഹം ഇപ്പം രവി ബിഷ്ണോയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബോളിംഗ് പെർഫോമൻസ് നോക്കുമ്പോൾ 4 ഓവർ എറിഞ്ഞ് 18 റൺസ് മാത്രമാണ് വിക്കറ്റ് വിട്ടുകൊടുത്തിട്ട് 2 വിക്കറ്റുകളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പം ഹർഷിത് റാണ 4 ഓവർ എറിഞ്ഞ് 35 റൺസ് വിട്ടുകൊടുത്തൊരു വിക്കറ്റ്, ഹർദിക് പാണ്ഡ്യ 3 ഓവർ 23-ന് 2 വിക്കറ്റ്, ബുംറ 4 ഓവർ 17 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ട് 3 വിക്കറ്റ് നേടി. ഇന്ന് അടി വാങ്ങിയത് കുൽദീപ് യാദവ് അതുപോലെ തന്നെ ശിവൻ ദൂബെയാണ്. ബാക്കി എല്ലാവരും നല്ല രീതിയിലൊക്കെ തന്നെ ബോൾ ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ന്യൂസിലൻഡിൻ്റെ വിക്കറ്റ് വീണുകൊണ്ടിരുന്നു. എന്നിട്ട് കൂടി 9 വിക്കറ്റ് നഷ്ടമായിട്ടും അവർക്ക് 153 റൺസ് എടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. ആ ഒരു ഇതിലേക്ക് പോകുമോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റി. ഇനി ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരാം. സഞ്ജു സാംസൺ അഗെയിൻ ഡിസപ്പോയിൻ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഏതൊരു മലയാളി ആരാധകർ അല്ലെ സഞ്ജുവിൻ്റെ ആരാധകർ പല കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കാണാൻ ഇതാ തുടർച്ചയായിട്ടുള്ള 3ാമത്തെ മത്സരത്തിൽ നിരാശപ്പെടുന്നു. കഴിഞ്ഞ മാച്ചിലും ഡക്കാകേണ്ടായിരുന്നു, പക്ഷേ ഒരു ക്യാച്ച് ഡ്രോപ്പായി പോകുന്നു. ഈ സിറ്റുവേഷനിൽ ഡ്രോപ്പൊന്നുമല്ല, നേരിട്ട് കുറ്റി തെറിച്ചിട്ടാണ് മാറ്റൻട്രി ആ ഒരു വിക്കറ്റ് നേടിയെടുത്തിട്ട് മൊത്തം ആരാധകരെ നിരാശപ്പെടുന്നു. ഇനി ട്രിവാൻഡ്രം മാച്ചിൽ കളിക്കാൻ പറ്റുമോ, തിലക് വർമ്മ വരുമോ, എന്താ സിറ്റുവേഷൻസ് എന്നുള്ളത് അറിയത്തില്ല. എനിവേ ഇത്രയും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇനിയിപ്പോൾ പെർഫോം ചെയ്യാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് അറിയത്തില്ല. കാരണം നമുക്കറിയാമല്ലോ ആ ഒരു ഗില്ലിൻ്റെ സാഹചര്യങ്ങളിൽ എത്രത്തോളം സപ്പോർട്ടാണ് സഞ്ജു സാംസന് കിട്ടിയത്. പക്ഷേ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ ഒരു മോശം പെർഫോമൻസ്, ആദ്യ ഓവേഴ്സിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമാകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പാടാണ്. എനിവേ ഇഷാൻ കിഷൻ എഗെയിൻ ഒരു കിഡിലൻ ഇന്നിങ്സ് തന്നെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. 13 ബോളിൽ 28 റൺസാണ് എടുത്തത്. അദ്ദേഹം വന്ന് അഭിഷേക് ശർമ്മയായിട്ട് ആ പവർ പ്ലേയിൽ നന്നായിട്ട് കളിച്ചു. പക്ഷേ അഭിഷേക് ശർമ്മ മാൻ എഗെയിൻ എന്തുകൊണ്ട് വേൾഡിലെ നമ്പർ 1 ബാറ്ററാണ് എന്ന് പറയുന്നൊരു കാര്യം ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം 20 പന്തിൽ 68, അതും ഹാഫ് സെഞ്ചുറി വെറും 14 പന്തിൽ. എനിക്കൊന്ന് യുവരാജ് സിംഗിൻ്റെ ആ ഒരു 2007 T20 വേൾഡ് കപ്പിൽ ആ 6 സിക്സ് അടിച്ചുള്ള പെർഫോമൻസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഏറ്റവും വേഗതയേറിയിട്ടുള്ള ഹാഫ് സെഞ്ചുറി ഒരു ഇന്ത്യൻ്റെ ഇതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിൽ ഈ 2 മത്സരങ്ങളും ലൈവായിട്ട് കാണാൻ പറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായി. കിടിലൻ ഇന്നിങ്സ് അഭിഷേക് ശർമ്മ, ഒന്നും പറയാനില്ല. വാട്ട് എ പെർഫോമൻസ്. അത് നോട്ട് ഔട്ടായിട്ട് നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ് ഉണ്ടായതെന്നുള്ളതാണ്. പിന്നെ സൂര്യകുമാർ യാദവ് വന്നിട്ട് തുടർച്ചയായിട്ടുള്ള 2ാമത്തെ മത്സരത്തിൽ 50 നേടുന്നു. നമുക്കറിയാം 23 ഇന്നിങ്സ് 50 നേടാതെ ഒരു വർഷത്തിന് മുകളിൽ അത്രയും സ്ട്രഗിൾ ചെയ്തു. അദ്ദേഹത്തിന് കഴിഞ്ഞ മാച്ചിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ടിപ്പിക്കൽ സൂര്യകുമാർ യാദവ് 360 ഇന്നിങ്സ് ഒക്കെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 26 പന്തിൽ 57 റൺസാണ് സൂര്യകുമാർ യാദവ് എടുത്തത്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ താരങ്ങളുടെയും എക്കോണമി റേറ്റ് ആണ്. അതായത് ന്യൂസിലൻഡ് താരങ്ങളുടെ മാറ്റൻട്രിയുടെ 14, ജേക്കബ് ഡഫിയുടെ 19, ജെയിമിസൻ്റെ 17, ഇഷോരിയുടെ 14, സാറ്റ്നറുടെ 14, ഗ്ലെൻ ഫിലിപ്സിൻ്റെ 16, അങ്ങനെ പോകുന്നു എന്നുള്ളതാണ്. എനിവേ ഇന്ത്യ ഈ ഒരു വിജയത്തോടു കൂടി സീരീസ് സ്വന്തമാക്കുന്നു. ആദ്യം 3 മത്സരങ്ങളും വിജയിച്ചിട്ട് സീരീസ് അങ്ങ് തൂത്തുമായിരുന്നു. എനിവേ തോറ്റ കളിയിൽ എന്താണ് വീഡിയോ ചെയ്യില്ലേ എന്ന് പറയുന്നൊരു കമൻറ്റ് കുറച്ച് വീഡിയോകളായിട്ട് കാണുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ച് തോറ്റിരുന്നെങ്കിലും വീഡിയോ ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലില്ലായിരുന്നിട്ടും ഇതേപോലെ
ഫോണും കൊണ്ടുപോയിട്ടാണ് മാച്ച് കണ്ടത്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇന്ത്യയുടെ പിള്ളേരെ അടിച്ച് തൂക്കി വിട്ടു ന്യൂസിലൻഡിനെ. 10 ഓവറിൽ ഇന്ത്യ വിജയിച്ച് കയറി, പരമ്പരയും അങ്ങ് തൂത്തുവാരി. ആകെ ഡിസപ്പോയിൻറ്റഡ് ആയത് സഞ്ജു സാംസൻ്റെ പെർഫോമൻസിൽ മാത്രമാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? കമ്പൂസ് കമ്മീഷൻ സനിയോ.